കരമലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിജനമായ കാപ്പിത്തോട്ടത്തിലെ കുളത്തിൽ ദുർഗന്ധം വമിച്ച് പൊങ്ങിക്കിടന്ന ആ നീല പടുതാകെട്ട് അഴിച്ചപ്പോൾ കണ്ടത് നാടിനെ നടുക്കിയ ക്രൂരതയുടെ ആഴമായിരുന്നു. 8 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവായി അപ്രത്യക്ഷരായ യുവതിയുടെയും വയറ്റിൽ നിന്ന് പ്രസവിക്കപ്പെട്ട പൊക്കിൽ കൂടി പോലും അറ്റുപോകാനിടയാകാത്ത നവജാത ശിശുവിന്റെ മൃതദേഹങ്ങൾ അന്ന് കണ്ടെടുക്കുമ്പോൾ അതൊരു പഴുതടച്ച കൊലപാതക ആസൂത്രണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ പ്രതിയുടെ സർവ്വ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ശാസ്ത്രീയ തെളിവുകളും ഈ DNA സാക്ഷ്യവും തുമ്മുണ്ടാക്കിയ കേസിൽ പ്രതി തങ്കച്ചൻ എന്ന മാത്യു ദേവസ്യ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2012 ജനുവരി 14 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പാമ്പാട്ടുപാറ കാപ്പിത്തോട്ടത്തിലെ തൊഴിലാളികൾ എസ്റ്റേറ്റിലെ കുളത്തിൽ അസ്വാഭാവിക സാഹചര്യത്തിൽ ദുർഗന്ധം വമിക്കുന്ന വലിയൊരു നീലക്കെട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഭയം തോന്നിയ തൊഴിലാളികൾ വിവരമുടൻ വണ്ടൻമേട് പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി കെട്ടഴിച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരു സ്ത്രീയുടെയും നവജാത ശിശുവിന്റെയും ജീർണിച്ച മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നാടിനെ ആകെ വിറപ്പിച്ച ആ കാഴ്ചയ്ക്ക് പിന്നാലെ നടന്ന അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് കട്ടപ്പന കടമാക്കുഴി സ്വദേശിനിയായ അമ്പിളിയാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെടുന്ന സമയത്ത് ഗർഭിണിയായിരുന്ന അമ്പിളിയുടെ മൃതദേഹത്തോടൊപ്പം പൊക്കിൾക്കൊടി പോലും അറ്റുപോകാത്ത നിലയിൽ കണ്ടെത്തിയ കുഞ്ഞ് പ്രതിയുടേതാണോ എന്ന് ഉറപ്പാക്കാൻ പോലീസ് DNA പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം പുറത്തുവന്നതോടുകൂടി കേസിൽ നിർണായക തെളിവ് തെളിഞ്ഞു. കൊല്ലപ്പെട്ടത് അമ്പിളി തന്നെയാണെന്നും ആ നവജാത ശിശുവിന്റെ പിതാവ് പ്രതിയായ മാത്യു ദേവസ്യയാണെന്നും സംശയത്തിനിടയില്ലാത്ത വിധം തെളിയുന്നു. അമ്മയെയും ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെയും ഒരേപോലെ ഇല്ലാതാക്കിയ ആ ക്രൂരത കൃത്യത്തിന്റെ വിവരങ്ങൾ പിന്നീട് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നു. കട്ടപ്പന കടമാക്കുഴി ഭാഗത്തുള്ള കണ്ണമുണ്ട ഏലത്തോട്ടത്തിലെ സൂപ്പർവൈസറായിരുന്ന പ്രതിയായ മാത്യു ദേവസ്യ, അതേ തോട്ടത്തിലെ തൊഴിലാളിയായിരുന്ന അവിവാഹിതയായ അമ്പിളി. ജോലിസ്ഥലത്ത് വെച്ച് ഇരുവരും അടുപ്പത്തിലാവുകയും അമ്പിളി ഗർഭം ധരിക്കുകയും ചെയ്തു. ഭാര്യയും മക്കളുമുള്ള കുടുംബസ്ഥനായ തങ്കച്ചന് അമ്പിളി ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ അത് തന്റെ കുടുംബജീവിതം തകർക്കുമെന്നും സമൂഹത്തിലുള്ള സത്പേരിന് കളങ്കമുണ്ടാകുമെന്നും ഭയമുണ്ടായി. ഇതോടെയാണ് അമ്പിളിയെയും ഗർഭസ്ഥ ശിശുവിനെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ തങ്കച്ചൻ പദ്ധതിയിട്ടത്. 2012 ജനുവരി 3 പദ്ധതി നടപ്പാക്കാൻ പ്രതി തീരുമാനിച്ചു. ജോലിക്കെന്ന വ്യാജേന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അമ്പിളിയോട് നിർദ്ദേശിച്ച തങ്കച്ചൻ യുവതിയെ പാമ്പാടുംപാറ ആനക്കുന്തി ഭാഗത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അമ്പിളി മുൻ തീരുമാനം പ്രകാരം കൃത്യസ്ഥലത്തേക്ക് എത്തുന്നുണ്ടെന്ന ഉറപ്പുവരുത്താൻ പ്രതി തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. കൊലപാതകത്തിന് ആവശ്യമായ പ്ലാസ്റ്റിക് കയറും നീല ടാർപ്പയും കട്ടപ്പനയിൽ നിന്ന് നേരത്തെ വാങ്ങി ഒരു ബിഗ് ഷോപ്പറിലാക്കി ഓട്ടോറിക്ഷയിലാണ് ഇയാൾ ആനക്കുത്തിയിൽ എത്തിച്ചത്. തുടർന്ന് തനിക്ക് മുൻപരിചയമുള്ളതും ആൾസഞ്ചാരമില്ലാത്തതുമായ ഈ പാമ്പാടുംപാറ എസ്റ്റേറ്റിലെ കാപ്പിത്തോട്ടത്തിലേക്ക് അമ്പിളിയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് 8 മാസം ഗർഭിണിയായ ആ യുവതിയെ കയ്യിൽ കരുതിയിരുന്ന പ്ലാസ്റ്റിക് കയറും ഉപയോഗിച്ച് കഴുത്തിൽ കുടുക്കി ശ്വാസം മുട്ടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ഇടയോ അതിന് തൊട്ടു പിന്നാലെയോ ആണ് നവജാത ശിശു പുറത്തേക്ക് വന്നത്. തുടർന്ന് ഈ തെളിവ് നശിപ്പിക്കാൻ 2 മൃതദേഹങ്ങളും ഈ നീല ടാർപ്പയിൽ പൊതിഞ്ഞു കല്ലുകെട്ടി താഴ്ത്തി കുളത്തിലേക്ക് തള്ളുകയായിരുന്നു. താൻ ചെയ്ത ക്രൂരകൃത്യം ആരും അറിയില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി. എന്നാൽ അമ്പിളിയെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണം തന്നിലേക്ക് എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതി മാത്യു ദേവസ്യ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കാപ്പിത്തോട്ടത്തിലെ കുളത്തിൽ നിന്ന് നീലപ്പൊതി കണ്ടെത്തുന്നത്. നേർസാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെയും ബലമാണ് പ്രോസിക്യൂഷന് പിടിവള്ളിയായത്. അന്നത്തെ കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ റെജിയുടെ നേതൃത്വത്തിലാണ് പഴുതടച്ച കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. 32 സാക്ഷികളെ വിസ്തരിക്കുകയും 52 പ്രമാണങ്ങളും 23 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. നിലവിൽ കട്ടപ്പന DYSP ആണ് അദ്ദേഹം. തൊടുപുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ശ്രീ സനു S പണിക്കരാണ് പ്രതി മാത്യു ദേവസ്യ കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. എന്തായാലും 18-ാം തീയതി വിധി വരും. അയാൾക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.